ദേഷ്യമെന്ന വികാരം മനുഷ്യന്റെ പ്രാഥമിക വികാരങ്ങളിൽ ഒന്നാണ്. പലപ്പോഴും ഇതിനെ ഒരു നെഗറ്റീവ് വികാരമായിട്ടാണ് സമൂഹം മുദ്രകുത്തിയിട്ടുള്ളത്. എന്നാൽ മനഃശാസ്ത്രപരമായി നോക്കിയാൽ നമ്മുടെ അതിജീവനത്തിനാവശ്യമായ ഒരു പ്രതിരോധ തന്ത്രമാണ് ദേഷ്യം. നമ്മൾ അർഹിക്കാത്തത് ലഭിക്കുമ്പോഴോ ആരെങ്കിലും നമ്മെ വേദനിപ്പിക്കുമ്പോഴോ നമ്മുടെ മനസ്സുയർത്തുന്ന ഒരു ചുവന്ന കൊടിയാണത്. ദേഷ്യത്തിന്റെ പോസിറ്റീവ് വശം എന്നത് അത് നമുക്ക് മാറ്റങ്ങൾ വരുത്താനുള്ള വലിയൊരു ഊർജം നൽകുന്നു എന്നതാണ്. സാമൂഹിക അനീതികൾക്കെതിരെ പോരാടാനും സ്വന്തം അവകാശങ്ങൾ സംരക്ഷിക്കാനും ഈ വികാരം സഹായിക്കുന്നു. എന്നാൽ ഇതിന്റെ നെഗറ്റീവ് വശം അതിശക്തമാണ്. നിയന്ത്രണമില്ലാത്ത ദേഷ്യം ഒരു കാട്ടുതീ പോലെയാണ്. അത് വളർത്തിയെടുത്ത ബന്ധങ്ങളെയും കരിയറിനെയും ഒടുവിൽ നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെയും ചുട്ടരിക്കും. ദേഷ്യം വരുമ്പോൾ നമ്മുടെ തലച്ചോറിൽ അമിഗ്ദല ഹൈജാക്ക് എന്ന പ്രതിഭാസം നടക്കുന്നു. അതായത് നമ്മുടെ യുക്തിപരമായ ചിന്താശേഷി താൽക്കാലികമായി നിലയ്ക്കുകയും വൈകാരിക കേന്ദ്രം ഭരണമേറ്റെടുക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥയെ എങ്ങനെ തിരിച്ചറിയാമെന്നും ദേഷ്യമെന്ന അഗ്നിയെ എങ്ങനെ ഒരു വിളക്കായി മാറ്റാമെന്നുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം വിശകലനം ചെയ്യുന്നത്. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ പുറമേക്ക് കാണിക്കുന്ന ദേഷ്യം ഒരു മഞ്ഞുപാളിയുടെ മുകൾ ഭാഗം മാത്രമാണ് എന്നുള്ളതാണ്. കടലിന് താഴെ നിൽക്കുന്ന ആ വലിയ മഞ്ഞുപാളി പോലെ ദേഷ്യത്തിന് താഴെ ഒട്ടനവധി വികാരങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ടാകും. പലപ്പോഴും ദേഷ്യം എന്നത് ഒരു സെക്കൻഡറി ഇമോഷനാണ്. അതായത് സങ്കടം, അപമാനം, ഭയം അല്ലെങ്കിൽ നിസ്സഹായത എന്നിവ മറച്ചുപിടിക്കാൻ നാം ഉപയോഗിക്കുന്ന ഒരു കവചമാണ് ദേഷ്യം. ഉദാഹരണത്തിന്, ഒരു കുട്ടി വൈകി വീട്ടിലെത്തുമ്പോൾ മാതാപിതാക്കൾ ദേഷ്യപ്പെടുന്നത് ആ കുട്ടിയോടുള്ള വെറുപ്പ് കൊണ്ടല്ല, മറിച്ച് അവൻ എന്തെങ്കിലും പറ്റിക്കാണുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. ഇവിടെ ഭയം ദേഷ്യമായി പരിണമിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ദേഷ്യം വരുമ്പോൾ സ്വയം ചോദിക്കുക, ഞാനിപ്പോൾ ദേഷ്യപ്പെടുന്നത് സത്യത്തിൽ ഈ കാര്യത്തിനാണോ, അതോ ഇതിനു പിന്നിൽ വേറെന്തെങ്കിലും വിഷമമുണ്ടോ? നിങ്ങളുടെ ദേഷ്യത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സാധിച്ചാൽ പകുതി ദേഷ്യവും അവിടെ തന്നെ ഇല്ലാതാകും. മനസ്സിനെ വിശകലനം ചെയ്യാനുള്ള ഈ കഴിവാണ് വൈകാരിക പക്വതയുടെ ആദ്യപടി. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ട കാര്യം, മനഃശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഒരു പ്രധാന കാര്യമാണ് 90 സെക്കൻഡ് റൂൾ. നമ്മുടെ ശരീരത്തിൽ ഒരു വികാരം ജനിപ്പിക്കുന്ന രാസവസ്തുക്കൾ രക്തത്തിൽ കലർന്ന് അത് പുറത്തു പോകാൻ വെറും 90 സെക്കൻഡ് മാത്രമേ എടുക്കൂ. അതിനുശേഷവും നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചിന്തകൾ ആ ദേഷ്യത്തെ വീണ്ടും ജ്വലിപ്പിക്കുന്നത് കൊണ്ടാണ്. ദേഷ്യം വരുന്ന നിമിഷം മുതൽ 1.5 മിനിറ്റ് നേരം പ്രതികരിക്കാതെ ഇരിക്കാൻ ശീലിച്ചാൽ നിങ്ങൾ ആ വികാരത്തിന് മുകളിൽ വിജയം നേടും. ഈ സമയത്ത് ദേഷ്യം തോന്നുന്ന വ്യക്തിയോടോ സാഹചര്യത്തോടോ മറുപടി പറയാതിരിക്കുക. ഞാനിപ്പോൾ ദേഷ്യത്തിലാണ്, നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. നിശബ്ദത പാലിക്കുന്നതിലൂടെ നമ്മൾ പിന്നീട് ഖേദിക്കേണ്ടി വരുന്ന വാക്കുകൾ ഒഴിവാകുന്നു. മനസ്സിനെ ഒന്ന് റീസെറ്റ് ചെയ്യാൻ ഈ ചെറിയ ഇടവേള നിങ്ങളെ സഹായിക്കും. മൂന്നാമതായി നാം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഉള്ളിലെ സംഭാഷണങ്ങളാണ് പലപ്പോഴും ദേഷ്യത്തിന്റെ തീവ്രത കൂട്ടുന്നത് എന്നുള്ളതാണ്. അവൻ എന്നെ മനഃപൂർവ്വം അപമാനിച്ചതാണ്, ഇതൊരിക്കലും സഹിക്കാൻ കഴിയില്ല തുടങ്ങിയ തീവ്രമായ ചിന്തകൾ ദേഷ്യത്തെ ക്രോധമായി മാറ്റുന്നു. ഇതിനെ മനഃശാസ്ത്രപരമായി മാറ്റിയെടുക്കുന്ന രീതിയാണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്. അവൻ ഇന്ന് മോശം മൂഡിലായിരിക്കും, അല്ലെങ്കിൽ ഈ സാഹചര്യം എനിക്ക് അനുകൂലമല്ലെങ്കിലും എനിക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയും എന്നിങ്ങനെ ചിന്തകളെ കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ളതാക്കി മാറ്റുക. ലോകം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മാത്രം നീങ്ങണമെന്ന നിർബന്ധം ഉപേക്ഷിക്കുമ്പോൾ ദേഷ്യം കുറയും. കാര്യങ്ങളെ വ്യക്തിപരമായി എടുക്കാതിരിക്കാൻ ശീലിക്കുക. മറ്റൊരാളുടെ മോശം പെരുമാറ്റം അവരുടെ സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്, നിങ്ങളുടെ മൂല്യത്തെ അല്ല എന്ന് തിരിച്ചറിയുക. നാലാമതായി, ദേഷ്യം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായും മറ്റുള്ളവരെ വിരൽ ചൂണ്ടി കുറ്റപ്പെടുത്തും. നീ കാരണം, നിന്റെ പിശക് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ കേൾക്കുന്ന ആളെ പ്രതിരോധത്തിലാക്കുകയും അവർ തിരിച്ചാക്രമിക്കുകയും ചെയ്യും. ഇതൊരു വലിയ യുദ്ധമായി മാറും. മറ്റേയാളെ കുറ്റപ്പെടുത്താതെ നിങ്ങളുടെ വികാരം തുറന്നു പറയുക. നീ വന്നപ്പോൾ വൈകി എന്ന് പറയുന്നതിനു പകരം, നീ വൈകിയപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി, കാരണം എൻ്റെ സമയം പാഴായി പോയി എന്ന് പറഞ്ഞു നോക്കൂ.
ഇവിടെ നിങ്ങൾ ആരെയും ആക്രമിക്കുന്നില്ല, മറിച്ച് നിങ്ങളുടെ അവസ്ഥ വ്യക്തമാക്കുകയാണ്. ഇത് കേൾക്കുന്ന ആൾക്ക് തെറ്റുതിരുത്താനുള്ള സാഹചര്യം ഒരുക്കുന്നു. അന്തസ്സുള്ളതും എന്നാൽ വ്യക്തവുമായ ഇത്തരം ആശയവിനിമയം ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കും. അഞ്ചാമതായി മനസ്സിലാക്കേണ്ടത് ദേഷ്യം ഒരു മാനസികാവസ്ഥ മാത്രമല്ല, അതൊരു ശാരീരിക അവസ്ഥ കൂടിയാണ് എന്നുള്ളതാണ്. ദേഷ്യം വരുമ്പോൾ നമ്മുടെ പേശികൾ വലിഞ്ഞു മുറുകുകയും ഹൃദയമിടിപ്പ് കൂടുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ ശരീരം ആവശ്യപ്പെടുന്ന ഒരു ഊർജമുണ്ട്. ആ ഊർജത്തെ ഉപദ്രവകരമല്ലാത്ത രീതിയിൽ പുറന്തള്ളേണ്ടതുണ്ട്. പതിവായുള്ള വ്യായാമം, നടത്തം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് ശരീരത്തിലെ കോർട്ടിസോൾ അളവ് കുറയ്ക്കാൻ സഹായിക്കും. ദേഷ്യം വരുമ്പോൾ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കുന്നതോ മുഖം കഴുകുന്നതോ ആയ ചെറിയ കാര്യങ്ങൾ പോലും തലച്ചോറിന് തണുപ്പ് നൽകും. കൂടാതെ ശ്വസന വ്യായാമങ്ങൾ ശീലിക്കുന്നത് വഴി നാഡീവ്യവസ്ഥയെ ശാന്തമാക്കി ദേഷ്യത്തിന്റെ ശാരീരിക ലക്ഷണങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. ആറാമതായി നാം മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നമ്മുടെ ദേഷ്യം കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഉള്ള ആശങ്കകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മൈൻഡ്ഫുൾനെസ് അഥവാ അറിവോടുള്ള ഇരിപ്പ് ഇതിന് വലിയൊരു പരിഹാരമാണ്. ദേഷ്യം വരുന്നത് തിരിച്ചറിയുമ്പോൾ തന്നെ ഇതാ ഇപ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് മനസ്സിൽ പറയുക. നിങ്ങളുടെ വികാരത്തെ ഒരു മൂന്നാമതൊരാളായി നിരീക്ഷിക്കാൻ ശ്രമിക്കുക. വർത്തമാനകാല നിമിഷങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പഴയ വിദ്വേഷങ്ങൾ നമ്മെ ബാധിക്കുകയില്ല. ദിവസവും ചുരുങ്ങിയത് 10 മിനിറ്റ് ധ്യാനത്തിലോ പ്രാർത്ഥനയിലോ ചിലവഴിക്കുന്നത് വൈകാരിക സ്ഥിരത കൈവരിക്കാൻ സഹായിക്കും. ഇത് ദേഷ്യം പെട്ടെന്ന് വരാത്ത രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തും. ഏഴാമതായി മനസ്സിലാക്കേണ്ടത് ദേഷ്യം നിയന്ത്രിക്കാനുള്ള ഏറ്റവും ഉന്നതമായ മാർഗമാണ് ക്ഷമ എന്നുള്ളതാണ്. പലരും വിചാരിക്കുന്നത് ക്ഷമിക്കുന്നത് ദുർബലതയാണ് എന്നാണ്. എന്നാൽ ക്ഷമിക്കാനാണ് ഏറ്റവും വലിയ കരുത്തു വേണ്ടത്. ഒരാളോട് ദേഷ്യം മനസ്സിൽ വെക്കുമ്പോൾ നിങ്ങൾ അയാളുടെ തടവുകാരനായി മാറുകയാണ്. നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ നിങ്ങൾ അയാളെ ഏൽപ്പിക്കുന്നു. ക്ഷമിക്കുക എന്നത് അയാളുടെ തെറ്റിനെ അംഗീകരിക്കലല്ല, മറിച്ച് ആ വിദ്വേഷം കൊണ്ട് ഇനി സ്വയം നീറാൻ എനിക്ക് താല്പര്യമില്ല എന്ന് തീരുമാനിക്കലാണ്. എല്ലാവരും അപൂർണരാണ് എന്നും എല്ലാവർക്കും തെറ്റുകൾ പറ്റാമെന്നുമുള്ള ബോധ്യം വളർത്തിയെടുക്കുക. വിട്ടുകൊടുക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യമായ മനസ്സമാധാനം ലഭിക്കുകയുള്ളൂ. ഒരു പുതിയ മനുഷ്യനായി മാറാം. ദേഷ്യം നിയന്ത്രിക്കുക എന്നത് ഒരു യാത്രയാണ്. ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒന്നല്ല. നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെ മാറ്റാൻ എപ്പോഴും നമുക്ക് കഴിയുകയില്ല. പക്ഷെ ആ സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം എന്നത് നമ്മുടെ മാത്രം തീരുമാനമാണ്. നിങ്ങളുടെ ദേഷ്യം നിങ്ങളെ ഭരിക്കുന്നതിന് പകരം നിങ്ങൾ ദേഷ്യത്തിന്റെ യജമാനനായി മാറുക. ഈ വീഡിയോയിൽ പറഞ്ഞ 7 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കൂ. നിങ്ങളുടെ മാറ്റം കാണുമ്പോൾ അത് നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഒരുപോലെ സന്തോഷിപ്പിക്കും. ശാന്തമായ മനസ്സും സ്നേഹമുള്ള ഹൃദയവും എന്നും ഉണ്ടാകട്ടെ. വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നുവെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.